ഞാൻ പെട്ടെന്ന് അതിലെ പ്രോഗ്രാമൊക്കെ വിളിച്ചു വായിച്ചു. സഞ്ജയ് അനുസ്മരണമുണ്ടെന്ന് ഞാൻ കണ്ടു. അപ്പം ചെറുതായിട്ട് അദ്ദേഹത്തെ പറ്റി ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മലയാളം സാഹിത്യത്തിലെ വ്യത്യസ്തമായൊരു വർണ്ണമാണ് സഞ്ജയ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, എന്നാൽ സാഹിത്യ ലോകം അദ്ദേഹത്തെ സഞ്ജയൻ എന്നാണ് ആദരവോടെ ഓർമ്മിക്കുന്നത്. സഞ്ജയൻ മലയാളത്തിൽ ഹാസ്യ സാഹിത്യത്തിന്റെ പ്രഥമ സ്മൃതിക്കാരനാണ്. ഹാസ്യത്തെ അദ്ദേഹം കേവലം ചിരിപ്പിക്കാനായല്ല, മറിച്ച് സമൂഹത്തിലെ വിഡംബനകളും മനുഷ്യ സ്വഭാവത്തിലെ ചില പരസ്പര വിരോധങ്ങളും സൂചിപ്പിക്കാനായി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ രചനകൾ വായിക്കുമ്പോൾ ചിരിയോടൊപ്പം ഒരു ആഴത്തിലുള്ള ചിന്തയും നമ്മളിൽ ഉണ്ടാവുന്നു. വിദ്യത്തിരി, സഞ്ജയൻ കഥകൾ, ആനന്ദലഹരി തുടങ്ങിയ കൃതികൾ മലയാളിയുടെ ദിനചര്യയിലും സംസ്കാരത്തിലും പതിഞ്ഞു കിടക്കുന്ന കുറവുകളെ സൂക്ഷ്മമായി വരച്ചു കാണിക്കുന്നു. ചെറുകഥ, ലേഖനം, പരിഹാസ രചനകൾ, റിപ്പോർട്ടിംഗ്, എല്ലാ രൂപത്തിലുമുള്ള രചനകളിൽ അദ്ദേഹത്തിന്റെ നർമ്മവും കുത്തിപ്പറച്ചിലും പ്രതിഫലിക്കുന്നു. സഞ്ജയന്റെ ഭാഷ ലളിതവും ജീവാന്തവും ആയിരുന്നു. വായനക്കാരന് ഞങ്ങളുടേതാണ് ഈ കഥ എന്ന അനുഭവം നൽകുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. അദ്ദേഹത്തിന്റെ ഹാസ്യം വൈരാഗ്യമില്ലാത്ത പരിഹാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അത് പുതുമയോടെ വായിക്കപ്പെടുന്നു. ചുരുങ്ങിയ കാലത്തു തന്നെ സഞ്ജയൻ മലയാള സാഹിത്യത്തിൽ ഒരിക്കലും മായാത്ത അടയാളപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ രചനകൾ നമ്മെ ചിരിപ്പിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന് നേരെ കണ്ണാടി പിടിക്കുന്നതിന്റെ ധൈര്യവും കാണിച്ചു തരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സഞ്ജയൻ നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശം വ്യക്തമാണ്. ചിരിയിൽ അടങ്ങിയിരിക്കുന്ന സത്യമാണ് മനുഷ്യനെ ഉണർത്തുന്നതും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. എല്ലാവർക്കും നന്ദി.